നമ്മുടെ വീടുകളിലെ ഈ പഞ്ഞില്ലാത്ത സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് എപ്പോഴും ഉള്ളതേ, ഇതൊന്നും ഇല്ലാന്ന് ആരും പറയണ്ട കേട്ടാ. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ഈ വാഴയിലൊക്കെ പൊതിഞ്ഞ് എന്തിനു കൂടുതൽ പറയണേ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, 4 ചെറുപഴം എടുത്തോ. എന്നിട്ട് അത് ഒടിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചിരവിയതും 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് ശർക്കരപ്പൊടിയും. അപ്പൊ ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത പൊടിയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും നിർബന്ധമില്ല കേട്ടോ. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ അതിൽ നല്ലത് നമ്മുടെ കൈയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോ. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ ഇതിലേക്ക്. ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത ഇതുപോലെ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. ഇനി വാഴയില എടുക്കുക, എന്നിട്ട് കുമ്പിൾ കുത്തുക, മാവ് നിറയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ ശർക്കര ആണെങ്കിൽ പൊടിച്ചെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മെൽറ്റ് ആക്കിയിട്ട് അരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ്. ആവി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടൊരു 20 മിനിറ്റ്. അങ്ങനെ നമ്മുടെ വാഴയില അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കണേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.